സുഹൃത്തുക്കളെ, ഒരു ചെറിയൊരു വിഷയത്തിൽ വലിയൊരു പ്രതികരണം ആവശ്യമുണ്ടെന്ന് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ പ്രതികരണം നടത്തുന്നത്. ആദ്യമായിട്ട് ഒരു അഭിനന്ദനം അർഹിക്കാം. ഈ അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നത് കേരളത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ പ്രായം കഴിഞ്ഞതിന് ശേഷം വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത പല പല ന്യായമായ ആവശ്യങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ ഇലക്ഷനെ ബഹിഷ്കരിച്ച സാധാരണക്കാരായ നല്ലവരായ കഴുതകളല്ലാത്ത ജനങ്ങളെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു കഴുതയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ 13-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ ഏറ്റവും സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്ന, മറ്റുള്ളവർക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, സ്വയം അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് വെറുതെ വിളിക്കുന്ന നിയമസഭയ്ക്കകത്ത് നടന്ന സംഭവങ്ങൾ നമ്മളെല്ലാവരും കണ്ടു. സത്യത്തിൽ എന്താണ് എന്താ സംഭവിച്ചത്? ഇന്നത്തെ ഈ മാധ്യമങ്ങൾ, ഇന്നത്തെ ചർച്ച, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന്, അതായത് 17-ാം തീയതി. ഈ 17-ാം തീയതിയുള്ള ചർച്ച സ്പീക്കറുടെ ചെയറും കമ്പ്യൂട്ടറും ഡേയ്സും പ്രതിപക്ഷത്തിൻ്റെ അക്രമങ്ങളും ആണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഭൂരിഭാഗം മാധ്യമങ്ങളും, എല്ലാം ഞാൻ പറയുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം? ഇതെല്ലാം ഞാൻ പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടിയുള്ളത്, ഈ പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തിനെയും 140, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ എന്തായാലും ഇതിൽ പറയുന്നില്ല. ഈ 140 പേരെയും അടിച്ചിറക്കി ഇപ്പൊ സസ്പെൻഷൻ നടത്തിയല്ലോ 5 പേരെ. എന്തോ ഊളത്തരമാണോ കാണിക്കുന്നേ? 5 പേരാവുന്ന അവിടെ കിടന്ന് പേക്കൂത്ത് കാണിച്ചത്. 5 പേരെ സസ്പെൻഷൻ നടത്തി കൊടുത്തു വിട്ടയാ. ഇതൊക്കെ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാ, അല്ലെങ്കിൽ അങ്ങ് ഇന്ത്യയുടെ ഏതെങ്കിലും തെക്ക് വടക്ക് കഴിയുന്നവരൊക്കെ പട്ടിയെ തിന്നുന്നവരും ഗോതമ്പ് മാത്രം തിന്ന് ജീവിക്കുന്നവരൊന്നും അല്ല. അരിയാഹാരം തിന്നുന്ന മലയാളികൾ തന്നെ. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നിനക്കൊക്കെ അവിടുന്ന് ഈ 140 എണ്ണത്തിലെ ഒരെണ്ണത്തിന് വോട്ട് തന്നിട്ട് തന്നെ വന്നത്. അതിന്ന് അവിടെ മന്ത്രിസഭയിൽ ഉണ്ടേ താനും, നിയമസഭയിൽ ഉണ്ടേ താനും. അതാദ്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ പറയുന്ന കഴുതകളല്ല, അത് ഞാൻ അടിയോരായിട്ട് തന്നെ പറയാ. ഇത് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷം ജീവിക്കുന്ന, അവിടെ ആ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. എന്തിനായിരുന്നു പ്രതികരിച്ചത്? എന്തിനാ പ്രതിഷേധിച്ചത്? എന്തായിരുന്നു പ്രശ്നം? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരും അത്ര നല്ലതൊന്നുമല്ല. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നത് ഉൾപ്പെടെ, അതല്ലെങ്കിൽ സ്വന്തം കാലിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി തന്നെ ഞാനും. എന്താണ് രാഷ്ട്രീയം എന്നും രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ എന്താണെന്നും മനസ്സിലാക്കിയിട്ടുള്ളവനാ ഞാനും. ഈ 140 പേര് അവിടെ കയറിയിരുന്ന് കോമാളിത്തരം കാണിച്ചിട്ട് LKG പിള്ളേരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഈ ഹരിത MLA-മാര് കൂക്കി വിളിക്കുന്നതുണ്ട്. കൂക്കി വിളിക്കുന്നേ നാണോ മാനോ ഉണ്ടോടോ നിനക്കൊക്കെ? നിയമസഭയ്ക്കകത്ത് കയറി കിടന്ന് കാണിക്കാൻ. വെളിയിൽ തെരുവില്, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള തെരുവിൽ പോലും കുട്ടികൾ ഇതേപോലൊക്കെ സമരമുറയിൽ കാണിക്കത്തില്ല. കുക്കി വിളിക്കുന്നോ? ലഡു തിന്നുന്നോ നിയമസഭയ്ക്കകത്ത്? ചുംബന സമരം അങ്ങ് മറൈൻ ഡ്രൈവിൽ നടക്കേണ്ട സാധനം നടന്നത് എവിടാ? മറൈൻ ഡ്രൈവിൽ നടന്നപ്പോ എന്തിനാ പിന്നെ അടിച്ചോടിച്ചത്? കോഴിക്കോട് നടന്നപ്പോ എന്തിനാ അടിച്ചോടിച്ചേ? നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് കാണിക്കല്ലേ, തെരുവിൽ കാണിക്കാൻ പാടില്ല. ഈ ലോകം മൊത്തം ഞാനൊക്കെ അനുഭവിച്ച നാണക്കേടിന്റെ ഒരു അംശം നീ ഒന്നും അനുഭവിച്ചിട്ടില്ല.
കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടെ ഇരുന്ന് പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കത്തിവെച്ചുകൊണ്ട്. എന്തോ പറഞ്ഞേ? എന്തെങ്കിലും പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? നടപടി എടുക്കുമെന്ന്. എന്ത് നടപടി എടുക്കുന്നേ? കേരളത്തില് ഇത്രയും കോടി ജനങ്ങള് ഇതിനൊക്കെ വോട്ട് ചെയ്ത് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുടെയോ അല്ലെങ്കിൽ അല്ലാത്തവരുടെയോ ന്യായമായ ആവശ്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നിയന്ത്രിച്ച് നല്ല ഉചിതമായ തീരുമാനങ്ങളെടുത്ത് കേരളത്തിന്റെ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാനും സാമ്പത്തിക സ്ഥിതികൾ അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാ. അല്ലാതെ ഞങ്ങളെ കയറി ഭരിക്കാനല്ല. ഞങ്ങൾ എന്ത് പറയണം, എന്ത് തീരുമാനിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ പൗരന്റെ അവകാശമാണ്. അഭിപ്രായം പറഞ്ഞാൽ പിടിച്ചങ്ങ് ജയിലിടുവോ? എന്നാ പിടിച്ചിട്ട്. ഈ കേരളത്തിലെ മുഴുവൻ എത്ര കോടി ജനങ്ങളാ? എനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ കണക്കെടുക്കാൻ നടക്കുന്ന ആളുമല്ല. ഞാൻ എൻ്റെ കുടുംബത്തെ മാന്യമായ രീതിയിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തിയാണ്. ആ അത്രയും പേരെയും പിടിച്ചങ്ങ് ജയിലിടും. അതല്ലെങ്കിൽ പ്രതികരിച്ചതിന്റെ പേരിൽ ഓരോ മനുഷ്യന്റെയും, ഓരോ കോൺഗ്രസ്സുകാരന്റെയും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും, ഓരോ BJP-കാരന്റെയും, ഓരോ വ്യക്തിയുടെയും, മതമില്ലാത്തവന്റെയും മതമുള്ളവന്റെയും രാഷ്ട്രീയമുള്ളവന്റെയും രാഷ്ട്രീയമില്ലാത്തവന്റെയും ഇത് ഒന്നിലും പെടാത്തവന്റെയും ഒരു ബുദ്ധിക്ക് ഒരു ശകലമെങ്കിലും അനക്കമുള്ള ഒരു വ്യക്തിയും പ്രതികരിക്കുന്ന ഒരു കാര്യം ഇന്ന് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തുവാ? എവിടെ നാണക്കേട് വന്നേ? കേരളത്തിലെ ജനങ്ങള്, യുവാക്കള്, അല്ലെന്നുണ്ടെങ്കിൽ പ്രതികരണ ശേഷിയുള്ളവര് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചപ്പോഴത്തേക്ക് നാണക്കേടായി പോയോ? സഭാംഗങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കുവോ? ഞങ്ങൾക്കുണ്ടായ അവഹേളനം, ഞങ്ങൾക്കുള്ള അപമാനം ആര് പരിഹരിക്കും? കണ്ട പാകിസ്ഥാനികളുടെയും കണ്ട ശ്രീലങ്ക കിടക്കുന്ന തമിഴരുൾപ്പെടെ, തമിഴ്നാട്ടുകാരുൾപ്പെടെ, കർണാടകക്കാരുൾപ്പെടെ, ആന്ധ്രക്കാരുൾപ്പെടെ ഞങ്ങളെ ചെവിളെടുത്തിട്ട് കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് നേരെ ആക്ഷേപം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള ആക്ഷേപത്തിന്റെ പരിഹാരം ആര് കാണും? ആര് സഹിക്കും അത്? ഇന്ത്യ അന്യ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നെങ്കിൽ, ഒരു ഇന്ത്യക്കാരൻ അവൻ 100ക്ക് 100 നല്ലവനാണ് എന്ന് ഒരു അറബി പറയണമെങ്കിൽ, അന്യരാജ്യക്കാരൻ പറയണമെങ്കിൽ, ഒരു വിദേശി പറയണമെങ്കിൽ, അത് മലയാളിയുടെ സംസ്കാരവും അവന്റെ ജീവിത രീതിയും അവന്റെ സ്വഭാവ മഹിമയും കൊണ്ട് മാത്രമാണെന്ന് ഓരോ മെമ്പർമാരും ആലോചിച്ചോ? ഈ 140 മെമ്പർമാരിൽ ഓരോരുത്തരും ആലോചിച്ചോ? നീയൊക്കെ ഞങ്ങളുടെ നികുതി പണം മേടിച്ച്, ശമ്പളവും മേടിച്ച്, പിന്നെ നിക്കർ സഹിതം മേടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് സ്വന്തം ഭാര്യയെടുത്തും അമ്മയെടുത്തും അച്ഛന്റെ അടുത്തും അപ്പന്റെ അടുത്തും പെങ്ങടുത്തും മക്കളടുത്തും മരുമക്കളടുത്തും ചെറുമക്കളടുത്തും കുട്ടികളടുത്തും കൂടി കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോ ഞങ്ങൾ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ട് ഞാൻ 2 വർഷം 3 വർഷം കാണാതിരിക്കുന്ന ഞങ്ങളുടെ മോൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ഒരു മുട്ടായി കൊണ്ട് കൊടുത്ത്, ഗൾഫിൽ ഒരു മുട്ടായി അതിനുകൊണ്ട് കൊടുക്കണമെങ്കിൽ നിനക്കൊക്കെ എയർപോർട്ടിൽ കപ്പം തരണം. ആ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ സഹിക്കുമ്പോ സീസൺ അനുസരിച്ച് ഒരു പാസഞ്ചറിന് അവന് അനുവദിച്ച് കിട്ടുന്ന സമയം അനുസരിച്ച് അവനെ എത്രത്തോളം കൊല്ലാമോ അത്രത്തോളം കൊന്ന് അവന്റെ എന്തൊക്കെ മേടിച്ചെടുക്കാമോ അതെല്ലാം മേടിച്ചെടുത്ത് അവൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ അഴിച്ചു പറക്കി അതിൽ നിന്ന് മൊത്തം പറക്കിയെടുത്ത് ഇതിനെല്ലാം കൂട്ടുനിന്നിട്ട് ഒരു ഗവൺമെന്റിനെ കുറ്റം പറയുമ്പോഴത്തേക്ക്, വിമർശിക്കുമ്പോഴത്തേക്ക് നടപടി എടുക്കുമോ? നടപടി? ഇത്രയും ഒരു കേരളത്തിലെ മുഴുവൻ